ശ്രേഷ്ഠ, ഇതെന്ത് കഥയാ? ഈ 30 മനോരിക്കാത്തവരാണ് മുഹമ്മദ് നബിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ടത്? അവൻ എന്ത് പറഞ്ഞാലും അവനാ അള്ളാന്റെ ദീൻ സ്വീകരിക്കാട്ടെ, അവനിത് പറയാൻ എന്താ അറിയാണ്ടുള്ളത്? ഇത് തന്നെ ഇതാണ്. അപ്പൊ മതം നമ്മുടെ അടുത്ത് മഹത്വവൽക്കരിക്കപ്പെടുമ്പോഴും എന്നതും ഇംഗ്ലീഷുകാർ പറയുമ്പോഴാണ്. ഒരു അമേരിക്കൻ ചിന്തകൻ മുസ്ലിമായിട്ട് ഏഷ്യയിൽ വന്ന് പഠിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു കമന്റ് പാസാക്കി, നിങ്ങൾ അറബ് സമൂഹത്തിൽ ഇസ്ലാം കമ്മിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലത് ഒരു അമേരിക്കക്കാരനെ വാടക എടുക്കുക. അമേരിക്കക്കാരനെ വാടക എടുത്തിട്ട് ആ അമേരിക്കാരൻ അറബ് രാജ്യങ്ങളിൽ വന്നിട്ട് വാദോരാതെ പ്രസംഗിക്കുക, ഇസ്ലാം മഹത്വപ്പെട്ട സംസ്കാരമാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ അറബ് സമൂഹം തയ്യാറാകും എന്ന് പറഞ്ഞു. അതായത് അവർ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. അത് വസ്വാസാണ്. എന്താണ് വസ്വാസ്? ബർണാഡ് ഷാ നമ്മളെ പ്രസംഗത്തിൽ ഇടക്കിടക്ക് കയറി വരിക എന്നത് ഏറ്റവും വലിയ വസ്വാസിന്റെ ഭാഗം. ആരടാ ഈ ബർണാഡ് ഷാ? ഇത് നമ്മളെ വസ്വാസിന്റെ ഭാഗമാണ്. ഇതൊരു വസ്വാസാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. വിചാരിച്ചാലും ഞാൻ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വാക്കിൽ പഴച്ചു നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. ആരടാ ബർണാഡ് ഷാ എന്ന് പറയുന്നിടത്ത് തന്നെയാണ് എന്റെ മനസ്സുള്ളത്. ആരടാ ഈ ബർണാഡ് ഷാ? ആരടാ ഈ ഫിലിപ്പ് ഹിറ്റ്? ആരടാ തോമസ് കാർലൈൽ? തമ്മാടികൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ജനാപത്തിൽ കുളിക്കാത്തവൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലെത്തി പറയാത്തവൻ, ഇന്നമൽ മുശ്രികൂന നജസുൻ. മാനക്ക് അതെന്തിനാ നമ്മൾ പറയേണ്ട ആവശ്യം? അതൊരു ഡിബേറ്റിന്റെ വേദിയിൽ പറയാവുന്നതാണ്. നമ്മളെ പള്ളിയിലെ പ്രസംഗത്തിൽ നമ്മളെ ഒരു തഖ്വയുടെ സതുപദേശത്തിന്റെ ഒരു വേദിയിൽ എന്തിനാണ് ഇവരെയൊക്കെ ഉദ്ധരിക്കേണ്ട ആവശ്യം? അത് അടുത്ത കാലഘട്ടത്തിൽ എന്നെപ്പോലത്തെ ചെറുപ്പക്കാർക്ക് വന്നു പോയ വിശ്വാസം, അതിന്റെ പിന്നിലും ഈ മെറ്റീരിയൽസാണ്. പടിഞ്ഞാറൻ നാഗരികത നമ്മളെ സ്വാധീനിച്ചതാണ്. ഒക്കെ പടിഞ്ഞാറിന്റെ ദൗർബല്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇതൊക്കെ തന്നെയാണത്. അവരാണ് ശരി, അവരുടേതാ എന്ന അവരത്ര തന്നെയുള്ളൂ. അവൻ നമ്മളെ പറ്റി പിന്നെ പറയാൻ വേണ്ടി തൽക്കാലം നമ്മളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതുമായിരിക്കാം, അത്രയും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അവര് മനസ്സിന്റെ തൃപ്തിയാണെങ്കിൽ എന്തുകൊണ്ട് ആ ചോയ്സ് അവർ തെരഞ്ഞെടുത്തില്ല? അത് വലിയ ചോദ്യമല്ലേ? അങ്ങനെയാണല്ലോ. അത് UDF-ന്റെ ഏറ്റവും വലിയ നേതാവ് വൈകുന്നേരം തലേന്ന് വരെ എല്ലാവിധ നിലക്കും എതിർത്തിരുന്ന LDF-ന്റെ നേതാവ് എതിർക്കുന്നു. ഈ രണ്ട് നേതാക്കളെയും പെട്ട ഒരു നേതാവ് ആ രാത്രി മരിച്ചുവെങ്കിൽ പിറ്റേന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത വിടവ് എന്നായിരിക്കും. അതിനത്ര വിലയുള്ളൂ. ഒരുപക്ഷെ കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ചതിലും ഇയാളുടെ സ്വാധീനം ഉണ്ടാവാം. പല കൊലപാതകങ്ങളിലും പലർക്കും സ്വാധീനം ഉണ്ട് എന്നല്ല പിന്നീട് മനസ്സിലായത്. പക്ഷേ ഈ കൊലപാതകം നടന്നതിന്റെ പിറ്റേന്നും വരൊക്കെ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത വിടവ്, ചരിത്രത്തിന്റെ നഷ്ടം എന്നൊക്കെ പറയും. അതൊക്കെ എന്റെ രീതിയാണ്. എന്നിട്ട് അടുത്ത ആൾ എതിർക്കും, അയാൾ മരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയും. അങ്ങനെയാണ് നമ്മുടെ ഒക്കെ ഒരു പുതിയ രീതിയാണ്. അങ്ങനെയാണ് നമ്മുടെ രീതിയാണ്. മരിച്ചവരെയാണ് ബഹുമാനിക്കുക, ജീവിച്ച അതൊരു തരം മെറ്റീരിയൽസ് ആണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഖാദിയാവുമ്പോൾ ഖാദിയാവാൻ കൊള്ളില്ല എന്ന് പറഞ്ഞൊരു വാക്കുവാദം പലയിടത്തും കേരളത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതിൽ തങ്ങളാണ് മാലികൾ, ആ തങ്ങൾ പറ്റില്ല, നീ ഈ തങ്ങൾ മരിച്ചാൽ അടുത്ത തങ്ങളെ പറ്റി പറയും, ഈ തങ്ങൾ മഹാനാണെന്ന് പറയും. അതൊരു പുതിയ രീതിയാണ്. ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊക്കെ നമ്മുടെ പുതിയ രീതിയുടെ ഭാഗമാണ്. അതൊക്കെ മെറ്റീരിയൽസ് ആണ്. അതെല്ലാം ഒരു തരം മെറ്റീരിയൽ. അതായത് നിലവിലുള്ള ആളുകളെ എതിർക്കുക, മരിച്ചാൽ പിന്നെ മഹാനാണെന്ന് പറയുക, അത് മെറ്റീരിയൽസ്. അത് കാപ്പട്ടിയാണ്. അതൊരു തരം കാപ്പട്ടിയാണ്. ആ കാപ്പട്യത്തിന് ചക്രം വെച്ചിട്ട് നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കട്ടെ. ഇതിന്റെ ഗൗരവവും ഇതിന്റെ പ്രാധാന്യവും നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും വേണം. മുസ്ലിം സമുദായം ഒരിക്കലും ഇതിന്റെ ഒന്നും പിന്നാലെ പോകരുത്. നമുക്ക് ഉദാത്തമായ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഒരു കാലഘട്ടം വരും, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ ദുനിയ മസ്റഅത്തുൽ ആഖിറ. അരെമ്പാടും സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് കൃഷിസ്ഥലാണ്, ഇത് ഫീൽഡാണ്, ഇത് അധ്വാനം തന്നെയാണ്. അധ്വാനിക്കുക തന്നെയാണ്. എന്തിനു വേണ്ടി? സന്തോഷിക്കൽ എവിടെയാണ്? നമ്മളെ കാണുമ്പോ മലക്കുകൾ സലാം പറയും, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മലക്കളെ നമ്മൾ നേരിട്ട് കാണുക, ആ നേരത്ത് മലക്കൾ അസ്സലാമു അലൈക്കും നമ്മളോട് പറയും. അസ്സലാമു അലൈക്കും. എന്തായിരിക്കും അത്? മലക്കളെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല, പക്ഷെ കാണുമ്പോൾ പ്രോട്ടോകോൾ മലക്കുകൾ ലംഘിക്കും. പ്രോട്ടോകോൾ ലംഘിക്കും മലക്കുകൾ. കടന്നു ചെല്ലുന്നവരോട് നിൽക്കുന്നവര് സലാം പറയും, അത് പ്രോട്ടോകോളിനെതിരാ. പക്ഷെ പ്രോട്ടോകോൾ തെറ്റിക്കും. ആര് തെറ്റിക്കും? മലക്കുകൾ തെറ്റിക്കും. എവിടെ തെറ്റിക്കും? സ്വർഗത്തിന്റെ മുഖത്ത് വെച്ച്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെ നമ്മളാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങളത് ചിന്തിക്ക്. പ്രോട്ടോകോൾ തെറ്റിക്കും. ആരെറ്റിക്കും? മലക്കുകൾ, നമ്മളല്ല. മലക്കുകൾ പ്രോട്ടോകോൾ തെറ്റിക്കും. സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ മലക്കുകൾ നിൽക്കുകയാവും.
അതാണ് നമ്മളെ സന്തോഷം. അതാണ് ഇവിടുത്തെ അധ്വാനത്തിന്റെ സന്തോഷമാണ്. അങ്ങനെയാ ഒരു അധ്വാനത്തിന് ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കുരുക്കുന്ന വെനലോടരാടി കാത്തുകാത്തവസാനം ഞങ്ങൾ ഈ ജയം നേടി എല്ലിനോടവിരാമ മേറ്റുമുട്ടിയ കല്ലുകളെല്ലാം വേർപ്പു നിരുവീണലിഞ്ഞു പോയി ഉർമയിൽ അധ്വാനത്തിൻ വേദന ചിരിക്കവേ എന്ന് പറയുന്നുണ്ട്. ഒരു അധ്വാനത്തിനൊരു ചിരിയുണ്ട്. അതിന്റെ അവസാനം അതാണ്. ഉർമയിൽ അധ്വാനത്തിൻ വേദന ചിരിക്കവേ. ഒരു അധ്വാനത്തിനൊരു ചിരിയുണ്ടാവും. അങ്ങനെയാ ഈ അധ്വാനത്തിനൊരു ചിരിയുണ്ട്. അതെവിടെയാ? സ്വർഗത്തിന്റെ മുറ്റത്ത് വെച്ചാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ നമുക്ക് ചിരിയല്ല, ഇവിടെ നമുക്ക് ചിരിയുടെ സ്ഥലമല്ല, ഇവിടെ നമുക്ക് ലാഭമല്ല. ലാഭം അവിടെയാണ്. അതാണ് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. നോക്കൂ നിങ്ങൾ ആയത്ത് സൂറത്തുൽ സുമർ അവസാന ഭാഗം. എന്തോ ഒരു ആയത്താണത്. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. കേട്ടോളൂ കേട്ടോളൂ കേട്ടോ. അവരവിടെ എത്തുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുന്നിൽ മലർക്കെ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗം കാക്കുന്ന മലക്കുകൾ അവരോട് പറയും സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. അവര് സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുക, നമ്മൾ ഇങ്ങനെ വരിക. അപ്പോൾ പ്രോട്ടോകോൾ തെറ്റിക്കും മലക്കുകള്. കാരണം നമുക്ക് അവരെ കാണുന്നതിനേക്കാൾ കൊതി അവർക്ക് നമ്മളെ കാണാനാണ്. സലാമുൻ അലൈക്കും ത്വയ്ബതും ഫദ്ഖുലൂഹാ ഖാലിദീൻ. പ്രോട്ടോകോൾ അനുസരിച്ചാണെങ്കിൽ ചെല്ലുന്ന നമ്മളല്ലേ മലക്കളോട് അസ്സലാമു അലൈക്കും പറയേണ്ടത്. മലക്കൾ അങ്ങനെയല്ല. നമ്മളെ കാണുമ്പോഴത്തേനും അവർ ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും പറയും. എത്ര കാലങ്ങളെ കാണാൻ കൊതിച്ച് കാത്തു നിൽക്കണം എന്ന് ആത്മീയവാദികളാണ്. ഇതാണ് നമ്മുടെ സന്തോഷം. ഇതിനാണ് ദുനിയാവ് ആഖിറത്തിന്റെ കൃഷിസ്ഥലമാവുന്നു. ഇത് പറയാൻ പട്ടിഞ്ഞാറിനുകാരന് കഴിയൂല. അവന്റെ ലക്ഷ്യം അതല്ല. അവന്റെ ലക്ഷ്യം മെറ്റീരിയലാണ്. അവന്റെ ലക്ഷ്യം വിഭവങ്ങളാണ്. വിഭവത്തിന്റെ ആധിക്യമാണ്, വിഭവത്തിന്റെ മഹത്വമാണ്. അതനുസരിച്ചാണല്ലോ പേഴ്സണാലിറ്റി നിശ്ചയിക്കുക. അതല്ലേ മിഡിൽ ഈസ്റ്റിൽ ലക്ഷക്കണക്കായ ആളുകളെ ഈ ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ലക്ഷക്കണക്കായ ആളുകളെ അമേരിക്ക കൊലപ്പെടുത്തിയില്ലേ? വല്ല വിലയുണ്ട്. എന്നാൽ ഒരു അമേരിക്കക്കാരന് ലോകത്തെവിടെയെങ്കിലും ഒരു പോർലേറ്റാലോ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പാവപ്പെട്ട രാജ്യത്തിന്റെ സന്തതികളാണ്. നമ്മളെ ജീവന് വിലയില്ല. അവർ മുതലാളി രാജ്യത്തിന്റെ സന്തതികളാ. അവരുടെ ജീവന് വിലയുണ്ട്. മനസ്സിലായില്ല? ജീവന് പോലും 2 വില കൊടുത്തത്. ശ്രദ്ധിക്കണം കേട്ടോ. ലക്ഷക്കണക്കായ മനുഷ്യരെ ഈ 992 ശേഷം ലക്ഷക്കണക്കായ മനുഷ്യരെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക കൊന്നില്ലേ? ലക്ഷക്കണക്കിന്. എത്ര ലക്ഷക്കണക്കായ മനുഷ്യരെ കൊലപ്പെടുത്തിയില്ലേ? ലക്ഷക്കണക്കായ പെണ്ണുങ്ങളെ വിധവകളാക്കിയില്ലേ? അല്ലാഹു അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. അല്ലാഹു പരിഹാരം ഉണ്ടാക്കി തരട്ടെ. അവരെ കണ്ണുനീരിനല്ല, അവരെ കണ്ണുനീരിന് ഒരു പ്രാധാന്യവും അമേരിക്ക നൽകിയിട്ടില്ല. അവരുടെ മേനിക്കൊഴുപ്പിനാണ് പിന്നെയും പ്രാധാന്യം. ആ മേനിക്കൊഴുപ്പ് കൊണ്ട് അവരുടെ പട്ടാളത്തെ സന്തോഷിപ്പിക്കാൻ അവർക്ക് കഴിയും. അവിടെയും മെറ്റീരിയൽസ് ആണ്. അവരുടെ മനസ്സിന്റെ വേട്ട അത് അമേരിക്ക കാണൂല. അങ്ങനത്തെ ഒരു വേദനയില്ല. അമേരിക്കയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ക്രൈസിസ് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പത്ത് പോവുക എന്നുള്ളതാണ് പ്രശ്നം. ലോകത്തെ അമേരിക്കക്കാരുടെ പേഴ്സണാലിറ്റിക്ക് സമുന്നതമായ വിലയാണുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏറ്റവും നല്ല നാട്ടുകാരായിട്ടും നമ്മളെ ചില ആളുകൾ കാനഡയിലും അമേരിക്കയിലും സിറ്റിസൺ എടുക്കുക. ഇവിടുന്ന് നല്ല കഴിവുള്ള ആളുകൾ അവിടെ പോയിട്ട് സിറ്റിസൺ എടുക്കും, അവിടുത്തുകാരായി മാറും. അതിന് വിലയുണ്ട്. എല്ലാവിധ സൗകര്യമുള്ള മണ്ണാണ് കേരളം. ഇത് അള്ളാന്റെ സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹു ഈ മഹത്വം നിലനിർത്തി തരട്ടെ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ പോയിട്ടാണ്. കാരണം അതിനാ വിലയുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, മനുഷ്യനെ അവർ കാണുന്ന വില പോലും പണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയാണ്. അല്ലാതെ കണ്ണുനീരിന് വിലയില്ല, വേദനക്കും വ്യഥക്കും വിലയില്ല. എത്ര പെണ്ണുങ്ങൾ, എത്ര കുട്ടികളെ ചവിട്ടി മെതിക്കപ്പെട്ടു, കൊലപ്പെടുത്തി, കണ്ണുനീർ വീണു.
പാവപ്പെട്ട രണ്ട് പെണ്ണുങ്ങൾ ഖൈബറിൽ യുദ്ധക്കളത്തിൽ ഇരുന്ന് കരയുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി വേപതുകൊണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തൂടെ നടന്നു വന്ന ബിലാലിനെ ശകാരിക്കുകയും ചെയ്തു. അനസഅത റഹ്മത മിൻക യാ ബിലാൽ ഹത്താ തമുറ ബിംറഅതൈൻ. എന്താ ബിലാലേ, പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ്. അപ്പൊ കാഴ്ചപ്പാടിൽ വ്യത്യാസം പടിഞ്ഞാറിന്റെ. ഇനി ഒരു കാലഘട്ടം വരും, അവരെ പോലെ നിങ്ങളും പണത്തിന്റെ ആളുകളായി മാറും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരെ പിൻപറ്റുന്ന കാലം വരും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതാണ് അവർ ഉടുമ്പിന്റെ മാളത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും കയറും. പുണ്യനബി ഓഹോ, അതാ വിഷയം.